Thank you, Dr. Weiss. The most important event of this program is the inauguration. We very humbly request the Honorable Minister, Sri N.K. Premachandran, sir, kindly inaugurate the medical exhibition, medical camp and scientific seminar and address the gathering. സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കേരള ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഡോക്ടർ KM Owaisi, സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച ഡോക്ടർ R. സുനിൽ രാജ്, ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചതുപോലെ എൻ്റെ കൂടി കുടുംബ ഡോക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ S. ചന്ദ്രശേഖരൻ സാർ അവர்கள், അതുപോലെ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ KP സുധാകരൻ നായർ അവர்கள், വേദിയിലും സദസ്സിലുമുള്ള അസോസിയേഷൻ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധമായി തന്നെ മെഡിക്കൽ എക്സിബിഷനും മെഡിക്കൽ ക്യാമ്പും സയൻറ്റിഫിക് സെമിനാർ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ സ്റ്റേറ്റ് കോൺഫറൻസ് അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനം സമുചിതമായി ആചരിക്കപ്പെടുന്നത്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാർ തലത്തിൽ ഹോമിയോ വകുപ്പിന് അല്ലെങ്കിൽ ഹോമിയോ വൈദ്യശാസ്ത്രത്തിന് മതിയായ അംഗീകാരം ലഭിച്ചതിൻ്റെ 50ാമത് വാർഷികാഘോഷം അല്ലെങ്കിൽ സുവർണ ജൂബിലി ആഘോഷവും ഇതിൻ്റെ ഭാഗമായി ആചരിച്ചു വരികയാണ്. 1957 കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന സഖാ VMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ AR മേനോൻ 6 ഡിസ്പെൻസറികൾ കേരളത്തിൽ ഗവൺമെൻറ് തലത്തിൽ ആരംഭിച്ചുകൊണ്ടാണ് സർക്കാർ തലത്തിലുള്ള ഹോമിയോ ചികിത്സാ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ 57 കഴിഞ്ഞ് 50 വർഷം പിന്നിടുന്ന ഒരു കാലഘട്ടത്തിൽ ഹോമിയോ വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് സർക്കാർ തലത്തിലുണ്ടായിട്ടുള്ള അംഗീകാരത്തെ സംബന്ധിച്ചും അതിൻ്റെ വളർച്ചയെ സംബന്ധിച്ചുമൊക്കെയുള്ള സമഗ്രമായ പരിശോധന നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ 2007-2008 വർഷം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഹോമിയോ വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് അഭൂതപൂർവമായ വളർച്ചയാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏതാണ്ട് 532ഓളം ഗവൺമെൻറ് ഡിസ്പെൻസറികൾ കേരളത്തിൽ ആരംഭിക്കാനും കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ഈ രംഗത്ത് 50 വർഷക്കാലം കൊണ്ട് ഹോമിയോ രംഗത്ത് കൈവരിച്ച അഭൂതപൂർവമായ നേട്ടമാണ്. അതുപോലെ തന്നെ ജില്ലാതലത്തിലുള്ള മെഡിക്കൽ ഓഫീസുകളും അനുബന്ധ ഓഫീസുകളും ഉൾപ്പെടെ ഹോമിയോ ഡയറക്ടറേറ്റ് ഉൾപ്പെടെ ഹോമിയോ ചികിത്സാ രംഗത്ത്, വൈദ്യശാസ്ത്ര രംഗത്ത് സർക്കാരിൻ്റെ തലത്തിലുള്ള വലിയ അംഗീകാരം ലഭിച്ചിട്ടുള്ള അരനൂറ്റാണ്ടിനെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ പരിശോധന കൂടി നടത്തുന്ന ഈ കാലഘട്ടത്തിലാണ് അസോസിയേഷൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള വിവിധ ക്ലാസുകളും പഠനങ്ങളും സെമിനാറും അതുപോലെ പ്രദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങ് നിർവഹിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിൽ പ്രധാനമായും ഹോമിയോ വൈദ്യശാസ്ത്ര ശാഖയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ്. ആ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം മതി. കാരണം 57 6 ഡിസ്പെൻസറിയായി തുടങ്ങിയ സംരംഭം 50 വർഷക്കാലം കൊണ്ട് 500-ലധികം ഡിസ്പെൻസറികളിലായി വർദ്ധിക്കാൻ ഇടയാകണമെന്നുണ്ടെങ്കിൽ ആ വൈദ്യശാസ്ത്ര ശാഖ മൂലം അല്ലെങ്കിൽ ചികിത്സാ രീതി മൂലം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഗുണഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവാണ്. അപ്പൊ ജനങ്ങളിൽ എത്രമാത്രം സ്വാധീനം ഹോമിയോ ചികിത്സാ രീതിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ
പ്രധാന സൂചകമായി ഉദാഹരണമായി വിലയിരുത്താൻ കഴിയുന്നതാണ് സർക്കാർ തലത്തിലുണ്ടായിട്ടുള്ള അഭൂതപൂർവമായ വളർച്ചയും അടിസ്ഥാന സൗകര്യത്തിലെ വികസനവും. അതുകൊണ്ട് തന്നെ ഹോമിയോ ചികിത്സാ രീതിയുടെ പ്രാധാന്യം, പ്രസക്തി ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വർദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാം, നല്ലതുപോലെ വ്യക്തമായി നേരിട്ടറിയാം. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഹോമിയോ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഇഫക്റ്റീവ്നെസ്സിനെ സംബന്ധിച്ച് സത്യത്തിൽ ഏറ്റവും കൂടുതൽ നേരിൽ ബോധ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട ഡോക്ടർ ചന്ദ്രശേഖരൻ ഡോക്ടറുമായി ബന്ധപ്പെടുന്ന കാലയളവ് മുതലാണ്. ഏതാണ്ട് 10-15 വർഷത്തിന് മുമ്പാണ്. ഇപ്പൊ എത്രമാത്രം ഇഫക്റ്റീവായി, കാര്യക്ഷമമായി, ശാശ്വതമായ പരിഹാരം, പ്രത്യേകിച്ചും ചില രോഗങ്ങൾക്ക്, നിർണായകമായ ചില രോഗങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെടാനുള്ള അവസരം ലഭിച്ചതും എത്രമാത്രം ജനങ്ങൾ ഈ കാര്യത്തിൽ താല്പര്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുവാനും അവസരമുണ്ടായത് സാറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള തിക്കും തിരക്കും, സാറിനെ തന്നെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടും കണ്ടപ്പോഴാണ് ഇത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഈ ചികിത്സാ രീതിക്കുണ്ട് എന്ന് വ്യക്തിഗതമായി ബോധ്യപ്പെടാനുള്ള അവസരം എനിക്കുണ്ടായത്. അതൊന്ന് കേരളത്തിലാകെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഗവൺമെന്റ് തലത്തിലുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ കാര്യം അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസേഴ്സിന്റെ കാര്യമാണിതെങ്കിൽ, ഗവൺമെന്റ് സർക്കാർ ഇതര മേഖലകളിൽ അല്ലെങ്കിൽ സ്വകാര്യ പ്രാക്ടീസിംഗ് രംഗത്ത് ഇതിനേക്കാൾ വലിയ തോതിലുള്ള വർധനവാണ് ഈ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആകെ പരിശോധിക്കുമ്പോൾ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പ്രാധാന്യവും പ്രസക്തിയും ഹോമിയോ ചികിത്സാ രീതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, അതിനനുസരണമായിട്ടുള്ള സർക്കാരിന്റെ റെസ്പോൺസ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ കേവലമായി പരാമർശിച്ചത്. ഇപ്പോ സർക്കാർ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ, നാളെ ടീച്ചർ വരുമെങ്കിൽ പങ്കെടുക്കുമെങ്കിൽ തീർച്ചയായും അത് സൂചിപ്പിക്കും, സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും ആയുർവേദവും അലോപ്പതിയും ഹോമിയോ അടക്കമുള്ള എല്ലാ ചികിത്സാ സംവിധാനത്തിന്റെയും സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നുള്ളതാണ് ഗവൺമെന്റ് ആരോഗ്യരംഗത്ത് സ്വീകരിച്ചിട്ടുള്ള സമീപനം. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം എന്ന് പറയുന്ന പരിപാടി. അതിനെ സംബന്ധിച്ച് ഒരുപാട് വിയോജിപ്പുകളുണ്ട്. നമുക്ക് എന്തെല്ലാം വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന നിലയിൽ ലഭ്യമാകുന്ന ഫണ്ട് പരമാവധി കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് NRHM പദ്ധതിയെ സ്വീകരിച്ചിട്ടുള്ളതും സമീപിച്ചിട്ടുള്ളതും. എനിക്കറിയാം, ആദ്യത്തെ റൗണ്ട് ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ഹോമിയോ ചികിത്സാ വിധി NRHMന്റെ പരിധിക്ക് പുറത്തായിരുന്നു. അതുപോലെ തന്നെ സുനാമി പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും NRHMവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ നടന്ന ചർച്ചകളിൽ വേണ്ടത്ര പ്രാധാന്യം, പരിഗണന ലഭിക്കാതിരുന്ന അവസരത്തിൽ തന്നെയാണ് ഈ കാര്യത്തിൽ ഞങ്ങളടക്കമുള്ളവരുടെയൊക്കെ സജീവമായ ഇടപെടലിന്റെ ഭാഗമായി സുനാമി പുനരധിവാസ പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും അതിൽ ലഭ്യമാകുന്ന ഫണ്ടിന്റെ വിനിയോഗത്തിന്റെ കാര്യത്തിലായാലും നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടിന്റെ വിനിയോഗത്തിന്റെ കാര്യത്തിലുമൊക്കെ ഹോമിയോ ചികിത്സാ വിഭാഗത്തിന് അർഹതപ്പെട്ട പരിഗണന കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടു കൂടി തന്നെ ഈ സമ്മേളനത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോ സംഘാടകരോട് തന്നെ ചോദിച്ചപ്പോ NRHMന്റെ പട്ടികയ്ക്ക് പുറത്തുണ്ടായിരുന്ന ഹോമിയോ ചികിത്സാ കേന്ദ്രങ്ങൾ ഏതാണ്ട് 42ഓളം ചികിത്സാ കേന്ദ്രങ്ങൾ, ഡിസ്പെൻസറി ആയാലും ആശുപത്രി ആയാലും NRHM ഫണ്ട് ഉപയോഗിച്ച് പുനരുദ്ധരിച്ച് കാര്യക്ഷമമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ചികിത്സാ രീതികൾക്കും അതിൻ്റെതായ തലത്തിൽ അർഹമായ പ്രാധാന്യം കൊടുത്ത് പരിഗണിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ആരോഗ്യരംഗത്ത് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള സമീപനം, നയം അല്ലെങ്കിൽ നിലപാട്. അതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഹോമിയോ ചികിത്സാ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത ആധുനിക കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ആധുനിക കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്കറിയാം, ക്ലൈമാറ്റിക് ചേഞ്ച് മുഖാന്തരം ഉണ്ടാകുന്ന കാര്യമായ വൈറൽ പനികൾ. ഇപ്പൊ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റം പുതിയ പുതിയ രോഗങ്ങൾക്ക് വഴിതെളിക്കുന്നു. ആ പുതിയ രോഗങ്ങൾ പലപ്പോഴും വൈറൽ രോഗങ്ങളായി അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ മുഖാന്തരം ഉണ്ടാകുന്ന അത്തരം രോഗങ്ങളെ പ്രതിരോധിക്കാനും ഉണ്ടാകാതിരിക്കാനുള്ള ഫലപ്രദമായ ചികിത്സ ഹോമിയോ ചികിത്സാ സംവിധാനത്തിലുണ്ട് എന്നുള്ളത് ഏതാണ്ട് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ്.
നമുക്കറിയാം ചിക്കൻ ഗുനിയയും ഡെങ്കിപ്പനിയും അതുപോലെ എലിപ്പനി ഉൾപ്പെടെയുള്ള ഇത്തരം വൈറൽ ഇൻഫെക്ഷൻസ് മുഖാന്തരം ഉണ്ടാകുന്ന ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനും ആവർത്തിക്കാതിരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ലളിതമായ ഹോമിയോ ചികിത്സാ വിധിയിലൂടെ കഴിയുമെന്നുള്ളത് ചിക്കൻ ഗുനിയയുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിങ്ങുകളിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുകയും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം പ്രശംസിക്കുകയും ചെയ്യുന്നതിന് സാക്ഷിയാവാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ആ പ്രസക്തമായ കാലഘട്ടത്തെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ഉപകരിക്കുന്ന നിലയിൽ ഹോമിയോ ചികിത്സാ രീതിയെയും ചികിത്സാ വിഭാഗത്തെയും ശാക്തീകരിക്കാനുള്ള നേതൃപരമായ പങ്കുവഹിക്കാൻ തീർച്ചയായും ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും അതുപോലെ ഹോമിയോ ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും സജീവമായി കാലത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിച്ചാൽ ഉജ്ജ്വലമായ നേട്ടങ്ങൾ, അഭൂതപൂർവമായ വളർച്ച ഹോമിയോ ചികിത്സാ സമ്പ്രദായത്തിന് ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം, ഈ വൈറൽ ഇപ്പോൾ തന്നെ ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന കുറവാണെങ്കിൽ പോലും ഒരിക്കലും ഉണ്ടാകാത്ത രൂപത്തിലുള്ള ഒരു ക്ലൈമാറ്റിക് ചേഞ്ചാണ് ഇപ്പോൾ നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കനത്ത വേനലിന്റെ സമയത്ത്, അതായത് കുംഭം മീനം മാസത്തിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് കനത്ത വേനൽ മഴ കേരളത്തിൽ പെയ്തത്. ഇടവപ്പാതി ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതെ പോയി. തുലാവർഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വിചാരിച്ചതുപോലെ തുലാവർഷവും കനിഞ്ഞില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസമായി നല്ല മഴയും ഒപ്പം വെയിലും. അപ്പൊ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതവും പെട്ടെന്നുള്ളതുമായ മാറ്റങ്ങൾ വൈറൽ ഇൻഫെക്ഷന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും ആ വൈറൽ ഇൻഫെക്ഷൻ പിന്നീട് ഉണ്ടാക്കുന്ന ഒട്ടനവധി കോംപ്ലിക്കേഷൻസ് ഒക്കെ പരിഹരിക്കാൻ ഉതകുന്ന ഫലപ്രദവും ശാസ്ത്രീയവും ഒപ്പം ശാശ്വതവുമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന നിലയിൽ ഹോമിയോ വൈദ്യശാസ്ത്രത്തിനും ഹോമിയോ ചികിത്സാ വിധിക്കും കഴിയുമെന്ന കാര്യം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒട്ടനവധി ജനകീയ ക്യാമ്പയിനുകൾ ഈ കാര്യത്തിൽ സംഘടിപ്പിക്കാൻ, മെഡിക്കൽ ക്യാമ്പുകളായാലും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പുകളും ഉൾപ്പെടെയുള്ള വിപുലമായ ജനകീയ ക്യാമ്പയിനുകളിലൂടെ മാത്രമേ ഈ വൈദ്യശാസ്ത്ര ശാഖയുടെ പ്രയോജനത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയൂ. അതുവഴി ഈ ശാസ്ത്രശാഖയുടെ വിപുലീകരണത്തിനും ശാക്തീകരണത്തിനും അവസരമുണ്ടാകും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുവാനുള്ള പ്രതിബദ്ധതയുടെ ഭാഗം എന്ന നിലയിൽ തന്നെയാണ് കേരള ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഈ രൂപത്തിലുള്ള മെഡിക്കൽ ക്യാമ്പും സയന്റിഫിക് സെമിനാറും എക്സിബിഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ നിലയിൽ ഹോമിയോ ചികിത്സാ സംവിധാനത്തിന്റെയും വൈദ്യശാസ്ത്ര രംഗത്തിന്റെയും ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് അസോസിയേഷൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ ഹൃദ്യമായി ശ്ലാഘിച്ചുകൊണ്ട് ഇത് മറ്റു സംഘടനകളുമായി ചേർന്നുകൊണ്ട് കൂടുതൽ വിപുലമായിട്ടുള്ള ജനകീയ ബോധവൽക്കരണത്തിനും അതുപോലെ ചികിത്സാ സംവിധാനത്തിനും നേതൃപരമായ പങ്കുവഹിക്കാൻ വേണ്ടി കൂടി ഈ സമ്മേളനത്തിനും സെമിനാറിനും ചർച്ചകൾക്കും അതുപോലെ നാളെ നടക്കുന്ന നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിനും ഒക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ മെഡിക്കൽ ക്യാമ്പിന്റെയും എക്സിബിഷന്റെയും അതുപോലെ സയന്റിഫിക് സെമിനാർ അടക്കമുള്ള വിവിധ സംരംഭങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടുകൂടി നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.